ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് റിഡോക്സ് ആണ്. ഓർമ്മയുണ്ടോ റിഡോക്സിന്റെ കണ്ടന്റ് ഒക്കെ? റിഡോക്സ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് ഇന്ന് റിവിഷൻ ആണ്. ഇന്ന് നമുക്ക് റിവിഷൻ ചെയ്യേണ്ടത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മെയിൻ ആയിട്ട് നോക്കാം. ഇക്വിലിബ്രിയം കേട്ടോ. തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയവും നല്ല നീറ്റായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇനി എക്സാം ഒക്കെ ആവാൻ തുടങ്ങി അല്ലേ. അപ്പൊ പാരലായിട്ട് എല്ലാവരും അതിന്റെ ക്വസ്റ്റ്യൻസുകളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ആദ്യം നമ്മൾ എഴുതിപ്പിക്കും. ക്രിസ് എന്തോ മെസ്സേജ് അയച്ചല്ലോ, ശരിക്കും പോയത് മെസ്സേജ്. ഒരു മിനിറ്റ്. Camera is on it lag, please excuse. Okay Chris കേട്ടോ. Then നമ്മൾ റിഡോക്സിൽ എടുത്ത കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു റിഡോക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു അല്ലെ? റിഡോക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഇറ്റ്സ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിഡോക്സ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തു നോക്കാൻ വേണ്ടിട്ടാ കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? സെക്കൻഡ് പോയിന്റ് ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് റിഡോക്സ് അല്ലെ. ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് റിഡോക്സ് അതില് എന്തായിരുന്നു ഓക്സിഡേഷൻ? ക്ലാസിക്കൽ മെത്തേഡില് ഓക്സിഡേഷൻ എന്തായിരുന്നു? ക്ലാസിക്കൽ മെത്തേഡ് എന്താ? അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഓക്സിഡേഷൻ, ക്ലാസിക്കൽ മെത്തേഡ് അല്ലെ. അതുപോലെ തന്നെ റിഡക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് മെത്തേഡ് ആണ് ഇലക്ട്രോൺ അല്ലെ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വെച്ചിട്ട് വിവേക് എന്തായിരുന്നു റിഡോക്സില് ഇലക്ട്രോൺ മെത്തേഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഒറ്റ വേർഡാണല്ല, ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ മെത്തേഡ്, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ അല്ലെ. ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് പഠിച്ചു. അതിൽ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു ഓക്സിഡേഷൻ നമ്പറിൽ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ റൂള് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് പോയിന്റ് ഒക്കെ എഴുതിപ്പിച്ചത് അല്ലെ. റിഡോക്സിന്റെ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് റൂള്? ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് 0. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ റൂൾസ് എഴുതി അല്ലെ. ഒരു 6 റൂൾസുകളോളം എഴുതി. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് എടുത്തു. എന്തൊക്കെയായിരുന്നു റിഡോക്സ്? എവിടെയൊക്കെ വരും? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, അവിടെയൊക്കെ വരുന്ന എക്സാമ്പിൾസ് എഴുതി അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. വാട്ട് യു മീൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? അവിടെ നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ പെർട്ടിക്കുലർ എലമെന്റ് അല്ലെ. ഒരു എലമെന്റ് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ എക്സാമ്പിൾ? പറഞ്ഞേ. അല്ലെ 2H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? H2O പ്ലസ് അല്ലെ. 2H2O പ്ലസ് O2. അങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലേക്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ച് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ട് നിങ്ങൾക്ക് വലിയ മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 3 or 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒറ്റ ക്വസ്റ്റൻ ഉണ്ട് അല്ലെ. അതെന്തായിരുന്നു? ആക്ച്വലി ബാലൻസിങ് എ റിഡോക്സ് റിയാക്ഷൻ. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ എടുത്തത്. ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്ക് അതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്തതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എത്ര സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരുന്നു? അതില് 5 സെറ്റ് ഓഫ് റൂൾസുകൾ അല്ലെ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? റൈറ്റ് ദ സ്കെലിറ്റൽ ഇക്വേഷൻ അല്ലെ. സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ ആണ്. സെക്കൻഡ് എന്തായിരുന്നു? ആക്ച്വലി അസൈൻ ഓക്സിഡേഷൻ നമ്പർ. പിന്നെന്തായിരുന്നു? കാൽക്കുലേറ്റ് ഡിക്രീസിംഗ് ഓർ ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. പിന്നെന്തായിരുന്നു നെക്സ്റ്റ്? ഇൻ അസിഡിക് മീഡിയം അല്ലെ ഓർ ബേസിക് മീഡിയം. അവിടെ അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്യണം, ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആഡ് ചെയ്യണം. ലാസ്റ്റ് 5ാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അല്ലെ അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ അല്ലെ. അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ. എന്നിട്ട് അത് ബാലൻസ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെടുത്താണ് മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോ കെമിക്കൽ
സെൽ അല്ലെ, ബാറ്ററി എന്ന് പറയുന്ന ഏരിയ. അവിടെ ആദ്യം ഒരു സെല്ല് പിക്ചറൊക്കെ വരച്ചു. എന്തായിരുന്നു അത്? ഡാനിയൽ സെൽ. അത് ഓർത്തിരിക്കാൻ വേണ്ടി അടുത്ത വർഷം ഒരു ചാപ്റ്ററിന്റെ പേരാ ഇലക്ട്രോ കെമിസ്ട്രിയാ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണത്. അതുകൊണ്ട് ആ ടോപ്പിക് ഭയങ്കരമായിട്ട് ഓർത്തു വെക്കണം. ഇതേ പിക്ചർ തന്നെ നിങ്ങൾ എവിടെയും വരക്കാനുണ്ടത്? +2 കേട്ടോ. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി. +2 ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓരോന്നും പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കാരണമുണ്ട് കേട്ടോ, ഓർത്തു നോക്കാം. നിങ്ങളിപ്പോ ഈ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂഷൻ 9th നിന്നാണ്. 9th കണ്ടിന്യൂഷൻ ആണ് 11th. അപ്പോ 10th കണ്ടിന്യൂഷൻ ഏതായിരിക്കും? 12th ഉണ്ടോ? ഓക്കെ. ആ രീതിയിലാണ് നിങ്ങളുടെ എന്താണ് കരിക്കുലം അസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ കുറെ കട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് കറക്റ്റ് ഫീലിംഗ് കിട്ടാത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡാനിയൽ സെൽ ഓർത്തു വെക്കേണ്ട വേർഡ് ലോൺ. LOAN ലോൺ. എന്തായിരുന്നു? LOAN ലോൺ. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അപ്പോ ആ ഇലക്ട്രോഡിന്റെ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആണ് അല്ലെ. മെയിൻ ആയിട്ട് ആ പിക്ചറിൽ എല്ലാം ക്ലിയർ ആണ്. പിന്നെ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു കേട്ടോ. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ പോർഷൻ കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ആണ് എന്റെ കയ്യിലേക്ക് കിട്ടണേ അല്ലെ. നിങ്ങള് ഫുള്ള് പറയണം. ഏത് ചാപ്റ്റർ ആയിരിക്കും ഇനി എടുക്കാനുള്ളത്? ലാസ്റ്റത്തെ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. 11th ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാൻ നോക്കുക, അത് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ അത് എല്ലാം നല്ല നീറ്റായിട്ട് എടുത്തു പോകാനുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് തുടങ്ങാം ഹൈഡ്രോ കാർബൺ. അപ്പോ ഒരു കാര്യം ചെയ്യാം, ഇന്ന് റിവിഷൻ ആയിട്ട് എടുക്കണേ കേട്ടോ. റിവിഷന്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് 2 ചാപ്റ്റർ കേട്ടോ, ഓർത്തു നോക്കാം. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം കേട്ടോ, ഓർത്തു നോക്കാം. റിവിഷൻ ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, റിവിഷൻ എന്ന് പറയാ പഠിക്കുന്ന സെക്ഷൻ ആണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞോ അതൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് റിവിഷന്റെ മെയിൻ ഏരിയ കേട്ടോ. ഓക്കെ, അപ്പോ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇതിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും ആദ്യം എഴുതും. എന്നിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആദ്യം നമ്മൾ നോക്കണം, ന്യൂമറിക്കൽ അല്ലാത്തത് നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു കണ്ടന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതിനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ ഓർഡറിൽ നല്ല വൃത്തിയിലിരിക്കുന്നത്, അത് പരിയാക്ക് പഠിച്ചുകൊണ്ട് മാർക്കൊന്നും ആവില്ല. എനിക്ക് ആ ചാപ്റ്റർ അറിയാം എന്നുള്ളതേ ആവുള്ളൂ. അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു ആ പാറ്റേൺ ക്ലിയർ ചെയ്യണം. അപ്പോ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം 2 ചാപ്റ്റർ ആണ്. അതിന്റെ ഒരു പാറ്റേൺ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിൽ പഠിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ 2 ചാപ്റ്ററിലും ന്യൂമറിക്കൽ ക്വസ്റ്റൻ ഉണ്ട്, അത് തന്നെ ഇമ്പോർട്ടന്റ്. അപ്പൊ ന്യൂമറിക്കൽ ഇക്വേഷൻ വേണം. പിന്നെ എന്തുണ്ടാവും? തിയറട്ടിക്കൽ ഇക്വേഷൻ ക്വസ്റ്റൻ ഉണ്ടാവും അല്ലെ. തിയറട്ടിക്കൽ ക്വസ്റ്റൻ ഉണ്ടാവും. അപ്പൊ തിയറട്ടിക്കൽ ക്വസ്റ്റൻസ് വേറെ ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് തിയറട്ടിക്കൽ പഠിക്കണോ ഇക്വേഷൻ പഠിക്കണം? തിയറി മതി അല്ലെ. ഓക്കെ, അപ്പൊ തിയറി എല്ലാവരും കൊണ്ട് പറയിപ്പിക്കാതെ എഴുതിപ്പിക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഓക്കെ, അതിന്റെ ഇക്വേഷൻസ് എഴുതി പോയിട്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ അതിന്റെ ക്വസ്റ്റൻസ് നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങി വെക്കാം. ആദ്യം തെർമോഡൈനാമിക്സ് കേട്ടോ. തെർമോഡൈനാമിക്സ് കണ്ടന്റ് ഒന്ന് ഓർഡറിൽ ഓർത്ത് വെക്കണം. ആരൊക്കെയുണ്ട് അല്ലെ? റെഡി അല്ലേ കേട്ടോ. 2 ഗ്രൂപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ അവരെ കൊണ്ട് ഇവിടെ വന്നിട്ട് പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, ദെൻ ഓൺലൈനിലും കറക്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്രൂപ്പ്. ഓൺലൈനിൽ ഒരാളെ കൊണ്ട് എന്തായാലും പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് റിവിഷൻ ആണ് കേട്ടോ, പറഞ്ഞിട്ടുണ്ടായില്ല. കണ്ടോ, അയാൾ ഓർത്തു. വെരി ഗുഡ് അല്ലെ. ഇന്ന് തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം വെറും 2 ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതിന് ഫുൾ തിയറി പഠിക്കണം എന്നവര് ഭയങ്കരമായിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ തിയറട്ടിക്കൽ ഏരിയ ആണ് നമുക്ക് നോക്കുന്നത് കേട്ടോ. തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ഏറ്റവും കുഞ്ഞു ടോപ്പിക്കാണ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അല്ലെ. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് കേട്ടോ. വാട്ട് യു മീൻ സിസ്റ്റം? എന്തായിരിക്കും സിസ്റ്റം? ഇപ്പോ ഇവിടെ ഇതിലൊരു അല്ലെ ആസിഡും ബേസ് ഒക്കെ ഇട്ട് ഞാനൊരു റിയാക്ഷൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്റെ സിസ്റ്റമാണ്, അയാളുടെ സിസ്റ്റം അല്ല അല്ലെ. അപ്പോ അണ്ടർ ദ ഒബ്സർവേഷൻ, എന്താ പറയുന്നത്? അണ്ടർ ദ ഒബ്സർവേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം. ഈ സിസ്റ്റം ഒഴിച്ച് ബാക്കിയുള്ള സറൗണ്ടിങ്സ് എല്ലാം, സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ഈ യൂണിവേഴ്സ് മുഴുവനും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? സറൗണ്ടിങ് ആയിട്ട് വരും. അപ്പൊ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതർ ദാൻ ദ സിസ്റ്റം, എന്റയർ യൂണിവേഴ്സ് കൺസിഡർ ആസ് ആൻ എ സറൗണ്ടിങ് ഉണ്ടോ. ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട്? സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങും. അത് കഴിഞ്ഞ് 3 സിസ്റ്റംസ് പഠിപ്പിക്കും. എന്തൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എടുത്ത് തുടങ്ങാം അല്ലെ. ഇതില് നല്ല ഹോട്ട് വാട്ടർ ഉണ്ടെന്ന് കരുതാം. ഹോട്ട് വാട്ടർ അത് തുറന്നു വെച്ചാൽ എന്ത് പറ്റും അല്ലെ? ഇവിടെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ടെമ്പറേച്ചർ ഉണ്ട്, അതെന്തായിരിക്കും? എനർജിയാണ് അല്ലെ, ഹീറ്റ് എനർജി. ആൻഡ് ഇവിടുന്ന് എന്താണ്? വാട്ടർ വേപ്പർ പോകുന്നുണ്ട്. വാട്ടർ വേപ്പർ എന്താ? മാറ്റർ ആണ്.
അപ്പോ എന്താണ് മാറ്റർ എങ്ങനെയാ സിസ്റ്റം ടു സറൗണ്ടിങ് ആൻഡ് സറൗണ്ടിങ് ടു ദ സിസ്റ്റം റിഗാർഡഡ് ആസ് എന്തായിരിക്കും ഓപ്പൺ സിസ്റ്റം. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്തായിരിക്കും? ഇത് ഞാൻ അടച്ചു വെച്ചു ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ എന്തായിരിക്കും? ഇത് ഇങ്ങനെ അടച്ചു വെക്കുമ്പോ മാറ്റർ പുറത്തേക്ക് പോകില്ല അല്ലെ. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്ത് മാത്രമായിരിക്കും? ഓൺലി എനർജി അല്ലെ. എന്തായിരുന്നു? സിസ്റ്റം ടു സറൗണ്ടിങ് ആൻഡ് സറൗണ്ടിങ് ടു ദ സിസ്റ്റം. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം, ഇത് രണ്ടും പറ്റില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന ഒരു ഫ്ലാസ്ക് എടുത്ത് വെക്കാം. ആ ഫ്ലാസ്കിലാണെങ്കിൽ നമുക്കറിയാം അവിടെ നിന്ന് ഹീറ്റ് എനർജി പുറത്തേക്ക് പോകില്ല, അതുപോലെ മാറ്ററും പുറത്തേക്ക് പോകില്ല അല്ലെ. അപ്പോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പോ എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, 3 സിസ്റ്റം അല്ലെ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അവിടെ മുതൽ നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കും ഫസ്റ്റ് ലോ അല്ലെ. ഇന്ന് തിയറിയുടെ സെക്ഷൻ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. എന്ന് പറഞ്ഞേ, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് കേട്ടോ. അത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞേ, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. ദെൻ അത് എന്തിനാണ് ആ ലോ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പൊ ഇത് രണ്ടും പറയണം കേട്ടോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു? ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത് കേട്ടോ. എന്താണ്? എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്, ഓർ എന്ന് പറഞ്ഞേ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇക്വേഷൻ എന്തായിരുന്നു അതിന്റെ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എന്തായിരുന്നു ഇക്വേഷൻ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ആ ഫസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങി കേട്ടോ. ഓക്കെ, ഓർക്കിനെ പറയും അതല്ല ഡെഫിനിഷൻ. ഇന്ന് ഇവർ പറയുന്നത്, ഇന്ന് ഇവർക്ക് എന്ത് മാത്രം മതി? ഡെഫിനിഷൻസ് മാത്രം ഓർഡറിൽ പറയുകയും ഓർഡറിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലുള്ള ഡെഫിനിഷൻസ് വേർഡിംഗിൽ പഠിക്കുന്ന തിയറി എന്ത് ചെയ്യാൻ പഠിക്കണം, അത് പറയുന്നത് എല്ലാവരും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞൊരു ഗ്രൂപ്പായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ നോക്കാം. ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അവർ ഓൺലൈനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അങ്ങനെ എന്നിട്ട് ആരാ ജയിക്കണേന്ന് നോക്കുക കേട്ടോ. അപ്പൊ അവർക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ രസമാക്കി വരും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞോളെ പറഞ്ഞു. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കൂട്ടോ. എവിടെ നിന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടൈം. ഓർ പറഞ്ഞു ഇക്വേഷൻ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു. be destroyed. അടുത്ത ആൾ വേഗം പറയൂലെന്ന്. കോൺസ്റ്റന്റ്. പിന്നെ ഓർ അടുത്ത ആൾ വേഗം പറഞ്ഞു, ഞാൻ ചോദിക്കണ്ട. കോൺസ്റ്റന്റ്. പറഞ്ഞു. Not be energy of an isolated system is constant, or energy of energy can either be created or destroyed. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഇന്ന് നമ്മളിപ്പോ ഒരു ചാപ്റ്റർ ഉള്ളൂ. നമ്മളുടെ എയിം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മള് റിവിഷൻ പോലെ ഇങ്ങനെ പറഞ്ഞു പോകണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞു നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഞാനത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യണം, എനിക്ക് നല്ല വിശ്വാസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കാതെ കറക്റ്റ് ആയിട്ട് പറയണം. ഈ ചാപ്റ്ററുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സിൽ വരുന്ന നമ്മൾ തിയറട്ടിക്കൽ എന്ത് പഠിക്കണം അത് ആദ്യം പറഞ്ഞ് കേൾക്കും. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഈ 2 ചാപ്റ്ററിൽ മുഴുവൻ എഴുതും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴും ഇതേ കാര്യം തന്നെ ഒന്ന് പറയിപ്പിച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുന്നത് കേട്ടോ. ഓക്കെ, മൈക്ക് കംപ്ലൈന്റ് ആണെന്നല്ലേ. ഓക്കെ, അടുത്തതിൽ ആകുമ്പോഴേക്കും കംപ്ലൈന്റ് ഒക്കെ മാറ്റണം കേട്ടോ. ഓക്കെ, കേട്ടോ, നിങ്ങൾ ഇതുപോലെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ഓൺലൈനിൽ തുടങ്ങാം കേട്ടോ. ഓൺലൈനില് ആൾക്കാരാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് ലോ ഷീന എന്ന് പറയുന്ന പ്രൊഫൈലിലുള്ള ആള്, നല്ല പേരും മാറിപ്പോ. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്.
പറഞ്ഞോ കേട്ടോ. പറഞ്ഞു മൈക്ക് ഓൺ ആയിട്ട് ഇപ്പൊ ഓഫായി. പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഫീബിൾ ആയിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ദേവനന്ദ പറഞ്ഞു. ഡിസ്ട്രോയ് കേട്ടോ. ഓക്കെ. ദെൻ മറ്റേ ആള് മൈക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിൽക്കാം. ദെൻ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി അല്ലെ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വർക്കാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താ? വർക്ക്. വർക്കിന്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കുക. വർക്കിന്റെ ആദ്യം നമ്മൾ തെർമോഡൈനാമിക്സിലെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു സിലിണ്ടർ വെച്ചിട്ട് അതിലേക്ക് ഒരു പ്രഷർ കൊടുക്കും അല്ലെ, പ്രഷർ കൊടുക്കും. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചേക്കുന്നതാണ് അല്ലെ, 9th പഠിച്ചേക്കുന്നതാണ്. ഫോഴ്സ് ഇൻറ്റു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തു വരുന്ന ഇക്വേഷൻ ആണ് W ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. W ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. അപ്പൊ അത് വർക്കിന്റെ ഡെറിവേഷൻ ആണ് വിത്ത് ഇക്വേഷൻ. അതാണ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിലും വേറെ തിയറട്ടിക്കൽ ഏരിയാസ് വേറെ ഒന്നുമില്ല. ദെൻ W റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇക്വേഷൻ ഉണ്ട്. W റിവേഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log V ഫൈനൽ ഡിവൈഡഡ് ബൈ V ഇനീഷ്യൽ അല്ലെ. ഓക്കെ, കിട്ടുന്നുണ്ട്. അപ്പോ അതാണ് അടുത്ത ഇക്വേഷൻ. അതിന്റെ അധികം മാത്തമാറ്റിക്കൽ ഏരിയ ഇല്ല, അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കണമെന്നുള്ളൂ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു അടുത്ത മെയിൻ ഏരിയ? അടുത്ത ഒരു കുറച്ച് കണ്ടീഷൻ ഒക്കെ ഉണ്ട്. എന്തായിരുന്നു ആ കണ്ടീഷൻ? ഐസോതെർമൽ അല്ലെ, ഐസോതെർമൽ ഉണ്ട്. അതുപോലെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ P എന്താകും? 0 അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ കണ്ടീഷൻ ബേസ് ചെയ്ത് കുറച്ച് എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അവിടെയും തിയറി ഇല്ല കേട്ടോ. നമ്മൾ ഇന്ന് ഇപ്പൊ നോക്കുന്നത് ആ ചാപ്റ്ററിലെ മെയിൻ തിയറട്ടിക്കൽ ആയിട്ട് നമ്മൾ വേർഡിൽ പഠിക്കുന്ന തിയറട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അത് കഴിഞ്ഞാൽ തിയറി പിന്നെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എൻതാൽപ്പി ആണ്. എൻതാൽപ്പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? എൻതാൽപ്പിയുടെ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രം എഴുതുന്നുള്ളൂ. ഇപ്പൊ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതിന്റെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതാണ് ഇക്വേഷൻ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ എന്താണ്? എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചേഞ്ച് ഇൻ എനർജി. ഡെൽറ്റ എച്ച് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എനർജി ആണ്. എൻതാൽപ്പിയോൺ എന്നുള്ള വേർഡിന്റെ മീനിങ് എന്തായിരുന്നു? ഹീറ്റ് കണ്ടന്റ്. എൻതാൽപ്പിയോൺ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ഹീറ്റ് കണ്ടന്റ് കേട്ടോ. എൻതാൽപ്പിയോൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. ഇതും ഡെറിവേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത് കേട്ടോ. എൻതാൽപ്പിയോൺ എന്ന് പറഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലെ, ചേഞ്ച് ഇൻ എൻതാൽപ്പി. എൻതാൽപ്പിയോൺ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഹീറ്റ് കണ്ടന്റ് കേട്ടോ. ഓർത്തു നോക്കുക, ഹീറ്റ് കണ്ടന്റ് എന്നാണ്. അപ്പോ അതൊന്ന് ഓർത്തു നോക്കാം. ഇത് കഴിഞ്ഞാല് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പിന്നീട് വരുന്നത് ഈ എൻതാൽപ്പി വെച്ചിട്ടുള്ള ഡെഫിനിഷൻസും ആണ്. അവിടെയാണ് ഈ ചാപ്റ്റർ തിയറട്ടിക്കൽ ഏരിയ മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തിയറട്ടിക്കൽ ഏരിയ ആണ് നോക്കുമ്പോൾ അടുത്ത് വരുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനെ വരുന്ന സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ, ഇങ്ങനെ കുറെ ഡെഫിനിഷൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഹെസസ് ലോ. ഹെസസ് ലോ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്താണ്? ഈ എൻതാൽപ്പി വെച്ച് വരുന്ന ഡെഫിനിഷൻസുകൾ, ഹെസസ് ലോ. അത് കഴിഞ്ഞ പിന്നെ ഒരു എൻട്രോപ്പി ഉണ്ട്, പിന്നെ ഒരു ഗിബ്സ് എനർജി. ഇത്രയുള്ള തിയറി എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മാസ്റ്റർ ആവുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറെ ചെയ്ത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ആ രീതിയിലേക്ക് ആകണം എന്നുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ തിയറി പഠിച്ചു തീർക്കാം. ഭയങ്കര സിമ്പിളാ. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തിയറി പഠിക്കാന്ന് പറയുന്നത് നമ്മൾ ആ തിയറി പഠിക്കും, വേഗം പഠിച്ചു തീർത്തേക്കണം. പിന്നെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ എങ്ങനെയാ? 80% മാത്തമാറ്റിക്കൽ ആൻഡ് ഡെറിവേഷൻ ഇക്വേഷൻ ആണ്. ഇത് ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഫിസിക്സും ഇതും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഫിസിക്സ് ഇതിന്റെ എന്ത് നോക്കും? ഇതിന്റെ തെർമോഡൈനാമിക് ഫംഗ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതി നോക്കും. കെമിസ്ട്രി എന്ത് നോക്കും? അതിന്റെ
കെമിക്കൽ ഏരിയ നോക്കും കേട്ടോ. ഒരേ കാര്യത്തിനെ രണ്ട് വ്യൂവിൽ നോക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ആ ഡെഫിനിഷൻസ് ഒക്കെ വേഗം പഠിച്ചു പോകാം. എല്ലാ എൻതാൽപ്പി, ഇപ്പൊ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരേ ഫ്രെയിമിലാണ് നമ്മൾ പഠിപ്പിച്ചത്, ഓർമ്മയുണ്ടോ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു, ഇയാൾ പറഞ്ഞ വേർഡ് കൊണ്ടുവരാം. ആദ്യത്തെ തുടക്കം എല്ലാത്തിലും എന്ത് പറയണം? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു. പിന്നെന്ത് പറയണം? 1 മോൾ ഉണ്ടോ? അപ്പൊ വേപ്പറൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ. വേപ്പറൈസേഷൻ എന്ന് പറയുമ്പോൾ 1 മോൾ എന്തായിരിക്കും? ലിക്വിഡ് ടു ഗ്യാസ്. 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ്. അതിനെയായിരിക്കും എന്ത്? വേപ്പറൈസേഷൻ എൻതാൽപ്പി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സബ്ലിമേഷൻ എൻതാൽപ്പി. ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ സോളിഡ് ടു ഗ്യാസ് ഓർ വൈസ് വേഴ്സ. തിരിച്ചു ആകാം അല്ലെ? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്ലിമേഷൻ എൻതാൽപ്പി. സബ്ലിമേഷൻ എൻതാൽപ്പി. ഈ രണ്ട് ഇത് ഓർത്ത് നോക്കാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞ് ഇതേ സ്റ്റേറ്റ്മെന്റ് ഇതേ പാറ്റേണിൽ പറഞ്ഞ ഈ ഗ്രൂപ്പ് പറ. ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. തുടക്കം ഒരേപോലെ പറ. എങ്ങനെയാ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു. വേണ്ട, പേടിക്കണ്ട. എന്തും താല്പര്യം ആദ്യമേ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ. അവിടെ നിർത്തി നോക്കാം. എന്തായിരിക്കും? ഇല്ല, ഫോർമേഷൻ എന്നാണ്. അതെന്താ താല്പര്യം അയാൾ പറഞ്ഞത്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ലാറ്റിസ് എൻതാൽപ്പി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതെന്തായിരിക്കും? ഫോർമേഷൻ എൻതാൽപ്പി. ഫോർമേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നല്ലേ? ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനും ആവാം. ഗ്യാസ് ടു സോളിഡ് എന്തായിരുന്നു? സബ്ലിമേഷൻ. നിങ്ങളുടെ ബ്രെയിനൊക്കെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്, ശരിയാവുമല്ലോ. ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ എൻതാൽപ്പി ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും? വെള്ളം ഉണ്ടാക്കണം. എവിടെന്നാ വെള്ളം ഉണ്ടാക്കുക? H2 പ്ലസ് O2. അപ്പൊ എന്തായിരിക്കും ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു ഫോം 1 മോൾ സബ്സ്റ്റൻസ്. 1 മോൾ സബ്സ്റ്റൻസ്, അത്രേ ഉള്ളൂ കേട്ടോ. 1 മോൾ വാട്ടർ വാട്ടറിന്റെ ആയി. അപ്പോ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയാ ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു ഫോം 1 മോൾ സബ്സ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ എൻതാൽപ്പി, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ ഈ 3 പേര്, റിയാക്ഷൻ എൻതാൽപ്പി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ കാണാതെ ഒരെണ്ണത്തിന് വേണ്ടി പഠിക്കും, പുതിയ എൻതാൽപ്പി വരും. എന്തായിരിക്കും റിയാക്ഷൻ എൻതാൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ ഓഫ് 1 മോൾ ഓഫ് 1 മോൾ ഓഫ് റിയാക്ടൻസ് ടു പ്രോഡക്റ്റ്. അങ്ങനെ പറഞ്ഞാലും മതി. അത്രേ ഉള്ളൂ. ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത്രയുള്ള പരിപാടി. അപ്പൊ 1 മോൾ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി വേണം? ആ രീതിയിൽ ആലോചിച്ച് വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. നേരത്തെ അയാൾ പറഞ്ഞാണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സോളിഡ് അയണിക് സബ്സ്റ്റൻസ് ആണെന്ന് കരുതാം, ഒരു സോൾട്ട് ആണെന്ന് കരുതാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് ആക്കാനായിട്ടുള്ള എനർജി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യുക, ഗ്യാസ് എന്ന് അവർ പറയുന്നുള്ളൂ, സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ NaCl, എന്നെയും Cl ആക്കി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എൻതാൽപ്പിനെയാണ് നേരത്തെ എന്ന് പറഞ്ഞത് ലാറ്റിസ് എൻതാൽപ്പി. എങ്ങനെയായിരിക്കും? ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു എന്തായിരുന്നു? 1 മോൾ ഓഫ് സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻടു കോൺസ്റ്റിറ്റ്യൂവന്റ് അയണിക് സബ്സ്റ്റൻസ്. അതാണ് എന്ത് വിളിക്കുന്നത്? ലാറ്റിസ് എൻതാൽപ്പി. അപ്പോ നിങ്ങൾ എൻതാൽപ്പി ചേർത്ത് എന്ത് വന്നാലും അതെന്താണെന്ന് നമ്മൾ കോമൺ ഐഡിയയിൽ ആലോചിക്കുക, എന്നിട്ട് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? നേരത്തെ എൻതാൽപ്പി ഓഫ് അല്ലെ ഫോർമേഷൻ പറഞ്ഞു, ഇപ്പൊ അവർ ചോദിക്കും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ. ദ എമൗണ്ട് ഓഫ് എനർജി റിക്കോർഡ് ടു 1 മോൾ എന്തായിരുന്നു? ഫോം 1 മോൾ സബ്സ്റ്റൻസ് ഇൻ എ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അത്ര ചേർക്കുക, ഇൻ എ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. അവർ എന്തിലായിരിക്കണം? സ്റ്റാൻഡേർഡ്. അപ്പൊ നിങ്ങൾ പഠിച്ചതിന്റെ ഒപ്പം എന്ത് സ്റ്റാൻഡേർഡ് വന്നാലും അത് എടുക്കുന്നത് എന്തിലായിരിക്കണം? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ 1 ബാർ പ്രഷർ 2 atm അല്ലെ, സോറി 298 കെൽവിൻ കേട്ടോ, ഓർത്തോക്കുക. 298 കെൽവിനും 1 ബാർ പ്രഷറിലുമാണ്
നോർമലി ഒരു സ്റ്റാൻഡേർഡ് സിറ്റുവേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 298 കെൽവിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആക്ച്വലി ഒരു 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. അപ്പൊ ആ ഒരു ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് അവര് എല്ലാ കാര്യങ്ങളിലും എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോ ഇതാണ് എൻതാൽപ്പിയുടെ അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഡെഫിനിഷൻ. അപ്പൊ എൻതാൽപ്പി നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ കുറെ എൻതാൽപ്പീസ് ഉണ്ട്. അപ്പോ തെർമോഡൈനാമിക്സിലെ മെയിൻ ഏരിയ മുഴുവനും ഈ എൻതാൽപ്പിയുടെ ഡെഫിനിഷന്റെ ഏരിയ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ അല്ലാത്ത ഏരിയാസ് ഉണ്ട്, അത് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. അപ്പൊ ഡെഫിനിഷന്റെ ഏരിയാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെയിൻ ടോപ്പിക് വരുന്നത് ഈ ഒരു എൻതാൽപ്പിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനി വരുന്നത് ഹെസ്സസ് ലോ ആണ് കേട്ടോ. ഹെസ്സസ് ലോ, ഹെസ്സസ് ലോ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഹെസ്സസ് ലോ വെരി ഗുഡ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ആർക്കെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എയിൽ നിന്ന് ബിയിൽ ഉണ്ടാവുന്നു, എ ടു ബി. ഇവിടെ നമ്മൾ വിളിക്കുന്ന ഡെൽറ്റ ആർ എച്ച്, ഡെൽറ്റ ആർ എച്ച്. ഇതാണ് അതിന്റെ റിയാക്ഷൻ എൻതാൽപ്പി ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത്. ഈ എ ബി ഉണ്ടായത് ഡയറക്റ്റ് അല്ല, ഇത് സി ആയി, സിയിൽ നിന്ന് ഡി ആയി, ഡിയിൽ നിന്നാണ് ബി ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ ഉണ്ടായത് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ കരുതാം. അപ്പൊ രണ്ട് രീതിയിലുണ്ടായി കേട്ടോ. നോക്കിയേ, ഇത് ഈ രീതിയിലുണ്ടാവും, ഈ രീതിയിലുണ്ടാവും, രണ്ട് രീതിയിൽ ഉണ്ടായി. പക്ഷെ അതിന്റെ ടോട്ടൽ എനർജി ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി ചേഞ്ച് സെയിം ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. ഒരു എക്സാമ്പിൾ പറയാണ് ന്യൂഡിൽസ് കേട്ടോ. ന്യൂഡിൽസ് ഇയാള് ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചു, വീട്ടിൽ പോയി ഇട്ടു, 1 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കി കേട്ടോ. ഓർത്ത് നോക്കാം. അവൻ ചെയ്തത് അങ്ങനെയല്ല. അവൻ ചെയ്തത് ന്യൂഡിൽസ് ആ സാധനമൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതേക്ക് വെച്ചാൽ ന്യൂഡിൽസ് ഉണ്ടാക്കി, ഓരോ ത്രെഡൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി 2 ദിവസമൊക്കെ എടുത്ത് കേട്ടോ ഉണ്ടാക്കി കേട്ടോ. അയാൾ കൺസിഡർ ചെയ്യുന്നത് രണ്ടും ഒരേ ഇതാണ് അല്ലെ. അയാൾ പറയുന്നത് ഇത് രണ്ടും ഒരേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് എന്ന് പറയാണ് ആക്ച്വലി അല്ലെ. വിവേക് എന്താക്കി 1 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി, ഇത് 2 days കൊണ്ട് ഉണ്ടാക്കി. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നത് എന്താ? 2 ഈക്വൽ ആയിട്ട് എടുക്കുന്നതാണ് ആക്ച്വലി അല്ലെ. അപ്പൊ ഇവര് പറയുന്ന നോക്കാം, ഹെസ്സസ് ലോ പറയുന്നത് ഡെൽറ്റ ആർ എച്ച് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 കേട്ടോ. ഇതാണ് ഹെസ്സസ് ലോയിൽ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് പഠിപ്പിക്കാം. അതാണ് നമ്മൾ എഴുതിയത്. If a reaction take place in several steps, if a reaction take place in several steps, then its standard reaction enthalpy, ഇതാണ് standard reaction enthalpy, is the sum of the standard enthalpy of the intermediate reaction. Sum of the എന്തായിരുന്നു? Standard enthalpy of intermediate reaction. അപ്പൊ അവിടെ നിന്നുള്ള വേർഡ് നിങ്ങൾ എന്തായാലും പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. എങ്ങനെയായിരുന്നു? ഈ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ദി എന്ന് പറഞ്ഞേ, സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ദി സം ഓഫ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി സം ഓഫ് ഇന്റർമീഡിയറ്റ്സ്. അത്രയും മതി കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ ഓർത്ത് വെക്കാം, സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി ഈസ് ദി സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി കേട്ടോ. സ്റ്റാൻഡേർഡ് reaction enthalpy is the sum of standard enthalpies of intermediate. ഇത് intermediates ആണ് കേട്ടോ. sum of standard enthalpy of intermediate കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപ്പി is the sum of standard enthalpies of intermediates. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ നേരത്തെ എൻതാൽപ്പി ഡെഫിനിഷൻ പഠിപ്പിച്ചത് ഏതൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അത് ചോദിക്കും, ഇത് ചോദിക്കും കേട്ടോ. ഓക്കെ, ഒരുമിച്ച് പറയേണ്ടി വരും ഓരോരുത്തരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് കിട്ടണം, പഠിച്ചു പോകണം കേട്ടോ. ഇതിനെന്താ വിളിക്കുക? ഹെസ്സസ് ലോ. ഹെസ്സസ് ലോ എപ്പോ ചോദിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ, ഹെസ്സസ് ലോ എപ്പോ ചോദിച്ചാലും ഇത് വരക്കണം, എന്നിട്ട് ഇങ്ങനെയും എഴുതണം കേട്ടോ. കാരണം എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു വേർഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും ടീച്ചേഴ്സ് ഇത് കണ്ടപ്പോൾ തന്നെ കൺവിൻസ്ഡ് ആവും. ടെക്സ്റ്റ് ബുക്കിൽ പി ഫിഗർ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒരെണ്ണം വരച്ചിട്ട്. അപ്പൊ അവർ ചോദിച്ചത് സാറേ ലോ മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഞാനിത് എഴുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ല, എഴുതിയിരിക്കണം. ലോയാണ് ചോദിക്കുള്ളൂ, ഇതെന്തായാലും എഴുതിയിരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് പറഞ്ഞു.
Standard enthalpy. സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്താൽപ്പി 6 കൊടുത്തിരിക്കുന്നതാണ്. Standard reaction enthalpy Is is the the sum of standard enthalpy of the intermediate reactions. Okay, അമൻ വേഗം പറഞ്ഞു. ഇതിന്റെ താഴെ ഇരിക്കണോണ്ടാണോ കണ്ണ് ഭയങ്കരതായിട്ട്? ചിലപ്പോ ഫാന്റെ താഴെ ഇരിക്കണോണ്ടാണ്. ഒന്ന് മാറിയിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ വരും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഫാന്റെ നേരെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണൊക്കെ ഇതാവും, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഒന്ന് നോക്കട്ടോ, അപ്പോഴേക്കും വരും. വേണ്ട, Standard reaction enthalpy is equal to the sum of the standard enthalpy of all the intermediate functions. പറ. Standard reaction enthalpy of a substance is equal to sum of all standard reaction enthalpy of ഇന്റർമീഡിയറ്റ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടണം. ഈ ചാപ്റ്ററിലെ ഹെസസ് ലോ ആണ്. അടുത്ത ആൾക്കാരും പറഞ്ഞു. ഇന്റർമീഡിയറ്റ് റിയാക്ഷൻ. standard reaction enthalpy is equal to the sum of standard enthalpy of intermediates. ഇന്റർമീഡിയറ്റ്സ്. Standard reaction enthalpy is equal to the sum of standard enthalpies of intermediates. ഇന്റർമീഡിയറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓൺലൈനിൽ കേട്ടോ. ഷീന എന്നുള്ള പ്രൊഫൈല് ഫസ്റ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് കേട്ടോ. പറഞ്ഞോ അവിടെ കേട്ടോ. ഷീന എന്നുള്ള പ്രൊഫൈലിലുള്ള ആള് പറയണം കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു, അയാള് റെഡി ആവട്ടെ. Standard reaction enthalpy is the sum of the intermediate reactions. Standard enthalpy of intermediate ഇങ്ങനെ നോക്ക്, ഇതില് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്താൽപ്പി is the sum of the standard enthalpy of the ഇന്റർമീഡിയറ്റ്. അത്ര മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് നിർത്തിയാൽ മതി, അപ്പൊ നന്നായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, ദെൻ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് കേട്ടോ. ദെൻ ക്രിസ് പറഞ്ഞു ഫസ്റ്റ്. പറയുന്നുണ്ട് തോന്നണം, പക്ഷെ ഇവിടെ അധികം കേൾക്കുന്നില്ല. കുഴപ്പമില്ല, മൈക്ക് ഓൺ ആണ്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ദെൻ ദേവനന്ദ. ദേവനന്ദ ഒന്ന് പറഞ്ഞു കേട്ടോ. ഹെസസ് ലോ നമ്മൾ എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ദേവനന്ദ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണോട്ടോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ? പോയിട്ടുണ്ട്. ദെൻ ഷീന എന്ന് പറയുന്ന പ്രൊഫൈലിലുള്ള ആള്, മറ്റാള് മൈക്ക് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയിപ്പിക്കാത്ത. ഓക്കെ, ദെൻ കണ്ടിന്യൂ ആണ്. എസ് ലോ കഴിഞ്ഞാല് നിങ്ങൾക്ക് പിന്നെയും ചെയ്യാനായിട്ടുള്ളതാണ്. ചെയ്യാനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബോൺ ഹേബർ സൈക്കിൾ. എസ് ലോന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടൊരു NaCl സോഡിയം ക്ലോറൈഡിന്റെ ഒരു ബോൺ ഹേബർ സൈക്കിള് ക്ലിയർ ആയിട്ട് വരച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തിയറട്ടിക്കൽ ടോപ്പിക് ആയിട്ട് പിന്നെ വരുന്ന എൻട്രോപ്പി ആണ്. വാട്ട് യു മീൻ എൻട്രോപ്പി? എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ എന്താണ്? എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ എന്താ? ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. ഒന്ന് പറഞ്ഞേ, ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. ഒന്നുകൂടി പറഞ്ഞേ, ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻട്രോപ്പി. എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു Q റിവേഴ്സ് ഡിവൈഡഡ് ബൈ T, ഓർ എന്തായിരുന്നു? ഡെൽറ്റ H ഡിവൈഡഡ് ബൈ T. കൂടുതൽ ഇമ്പോർട്ടന്റ് ഇതാണ്, അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ H ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വരാം. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് ടോപ്പിക് എന്തായിരുന്നു?
ഗിബ്സ് എനർജി കേട്ടോ. എന്തായിരുന്നു? ഗിബ്സ് ഫ്രീ എനർജി. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ഗിബ്സ് ഫ്രീ എനർജിയിൽ. എന്തായിരുന്നു? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എക്സ്. ഓർത്ത് നോക്കാം. ദെൻ കണ്ടീഷൻസ് ഉണ്ട്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരുന്നു? ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ്. ഓക്കെ. ഡെൽറ്റ ജി പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ്. നോൺ സ്പോണ്ടേനിയസ്. Then delta G zero equilibrium. എന്തായിരിക്കും? Equilibrium. Delta G zero ആണെങ്കിൽ എന്തായിരിക്കും? Equilibrium. കേട്ടോ? Equilibrium. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിൽ. വേറൊരു ഇക്വേഷൻ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ഡെൽറ്റ ജിയുടെ. എന്തായിരുന്നു അത്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് 2.303 RT log KC. കേട്ടോ? ഓർത്ത് നോക്കുക. KC ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ 5 ഇക്വേഷൻസ് എഴുതിയത് ഇപ്പൊ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാതെ ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? നമ്മൾ എഴുതാത്ത ഒരു ടോപ്പിക് വിട്ടു പോയിട്ടുണ്ട് മെയിൻ ആയിട്ട്. ഏതായിരുന്നു? സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ദെൻ സി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അല്ലെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് പ്രഷർ. സി വി എന്തായിരിക്കും? കോൺസ്റ്റന്റ് വോളിയം അല്ലെ? ഹീറ്റ് കപ്പാസിറ്റി ഇൻ കോൺസ്റ്റന്റ് വോളിയം. ദെൻ ക്യൂ ഈക്വൽ ടു വേറെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. സി ഡെൽറ്റ ടി. സി ഡെൽറ്റ ടി. കേട്ടോ? ഓർത്ത് നോക്കാം. ക്യൂ ഈക്വൽ ടു ക്യൂ എന്തായിരുന്നു? ഹീറ്റ്. കേട്ടോ? ഓർത്ത് നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി. ക്യൂ എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി. സി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ അങ്ങനത്തെ ഇക്വേഷൻസ് ഉണ്ട്. അത് കുറവായതുകൊണ്ട് ഇത്ര ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്ന ഇക്വേഷൻസുകളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. ചോദിച്ചോ ഏതാ? ഇത് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടോ? ഫസ്റ്റ് ലോവിന്റെ ഇക്വേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടോ? ഓർത്ത് നോക്കാം. ചോദിച്ചു ഡെൽറ്റ ക്യൂ ഈക്വൽ ടു പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡെറിവേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ? അത് ഇതിന്റെ ഇടയിലാണ്. എവിടെ? ഈ ഡെൽറ്റ എച്ചിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ എന്തായിരുന്നു? അത് കണ്ടീഷൻസ് ആണ്. ഏതൊക്കെ വരും? ഒന്ന് ഫ്രീ എക്സ്പാൻഷൻ വരില്ലേ മോനെ? ഇതിലേക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പരിപാടി കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിലേക്ക് നമ്മൾ അപ്ലൈ ആണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു കേട്ടോ. അത് ഇതിങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇതെല്ലാം ഡിറൈവ്ഡ് ഫോം ആണ്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യും അല്ലെ? ഈ ഇക്വേഷൻസ് വരെ ഉണ്ടായത് എവിടെ നിന്നാന്ന് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചാൽ അതെല്ലാം കിട്ടും. ഇതിന്റെ ഡെറിവേഷനിൽ ഉണ്ടായ ഇക്വേഷൻ നിങ്ങൾ ചോദിച്ചത്, നിങ്ങളുടെ ചോദിച്ച ഇക്വേഷൻ എവിടെ ഉണ്ടത്? ഇതിന്റെ ഡെറിവേഷനിലുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്ക് ഡയറക്റ്റ് വരുന്നില്ല, എന്നാലും ഒരെണ്ണം കാണിച്ചു തരാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലെ? ഓർത്ത് നോക്കാം. ഡബ്ല്യുവിന് പകരം എന്ത് കൊടുക്കാം? അപ്പൊ ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. കണ്ടീഷൻ 1 ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രഷർ സീറോ ആകും. പ്രഷർ സീറോ ആയി കഴിയുമ്പോ അത് എന്ത് വരും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ. ഉണ്ടോ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി ആകും അല്ലെ? ക്യൂ വി. ഇതുപോലെ നമ്മള് അപ്പൊ ഇവിടെ എന്താ? കോൺസ്റ്റന്റ് വോളിയം ആണ് എടുത്തേക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളൊരു കണ്ടീഷൻസ് ആണ് വരുന്നത്. ദെൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഇവിടെ ഉണ്ടോ? ഡെൽറ്റ എച്ച്. ഈ ഡെൽറ്റ എച്ചും അതും നമ്മളൊരു റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് അടുത്തൊരു ഏരിയ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേഷൻ എടുക്കും അല്ലെ? ഇപ്പൊ ഈ സംഭവത്തില് ഇതിലേക്ക് വരുന്നൊരു ഡെറിവേഷൻ എഴുതി പോകുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അതെന്തായിരിക്കും? ആക്ച്വലി ഈ ആദ്യത്തെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ? ഫസ്റ്റ് ഇക്വേഷനിൽ ഇപ്പൊ എന്താ എഴുതിയേക്കുന്നത്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. ഓർത്ത് നോക്കാം. ദെൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഇത് ഇപ്പുറത്തേക്ക് ഉണ്ടെന്ന് എന്ത് വരും? ഡെൽറ്റ യു മൈനസ് പി ഡെൽറ്റ വി ഈക്വൽ ടു എന്ത് വരും? ക്യൂ. ഉണ്ടോ? ഓർത്ത് നോക്കാം. ക്യൂ. ഇനി ഓർത്ത് വെക്കേണ്ടത് ഈ പി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇവിടെ അത് മൈനസ് ആണ് കേട്ടോ. എന്തുകൊണ്ടാ? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് പി ഡെൽറ്റ വി. അപ്പൊ ഈ ഡബ്ല്യു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? പ്ലസ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ക്യൂ ആയി അല്ലെ? ഈ ക്യൂവും ഡെൽറ്റ എച്ച് എപ്പോഴായിരിക്കും ഈക്വൽ ആവുന്നത്? ഇത് കണ്ടോ? എന്ത് വരും? കോൺസ്റ്റന്റ് പ്രഷർ ക്യൂ പി. ഉണ്ടോ?
ക്യൂയുടെ അടുത്ത ഇക്വേഷൻ ആയി. അപ്പൊ ക്യൂ പി ഈക്വൽ ടു എന്ത് കിട്ടി? ക്യൂ പി ഈക്വൽ ടു പി ആണ്ടാ പി ഡെൽറ്റ വി ആണ്ടോ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ കേട്ടോ. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഇക്വേഷനുകളാണ് ഈ പറയുന്നത്. അപ്പോ ഓർത്ത് വെക്ക, ക്യൂ പി ഈക്വൽ ടു എന്തായിരിക്കും? അപ്പോ ഡെൽറ്റ ക്യൂ പി ഈക്വൽ ടു എന്തായി? ഡെൽറ്റ എച്ച്. ക്യൂ പി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഇനിയാണ് നമ്മള് ഇപ്പൊ ഈ കിട്ടിയേക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്, ഈ കിട്ടിയേക്കുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. ശരിയല്ലേ? ഓർത്ത് നോക്കാം. ഇത് ഏത് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്? ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ശരിയല്ലേ? ഓർത്തോ. ഇനി ഇതും എല്ലാനും കൂടി എടുത്തിട്ട് ഡിറൈവ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. ഈ ഇക്വേഷൻ എന്താണ്? ആക്ച്വലി ഹീറ്റ് കപ്പാസിറ്റി. ഡെഫിനിഷൻ എന്താണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും? റിക്കോർഡ് ടു amount of heat required to എന്തായിരിക്കും? 1 mole substance to rise 1 degree Celsius or 1 unit, anything ആവാം. അതിനെന്ത് വിളിക്കും? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അയാൾ പറഞ്ഞെന്താ? 1 മോൾ എന്നാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇയാൾ പറയാണ് 1 കിലോ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് വിളിക്കും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെ. 1 കിലോ 1 ഗ്രാം ആകാം അല്ലെ, ഒരു എമൗണ്ട് പറഞ്ഞിട്ട് പറയും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് ഇവിടുത്തെ ഡെറിവേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, എക്സ്റ്റെൻസീവ് അതിനു മുമ്പ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ 2 ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് ഡെഫിനിഷൻസ് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അതില് ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ 2 ഇക്വേഷൻസുകൾ കൊണ്ടുവരുന്നത്. ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി ആണ്. ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. ഓർത്തോ, ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. അപ്പോ ക്യൂ വി ഈക്വൽ ടു എന്തായിരിക്കും? സി വി ഡെൽറ്റ ടി. ക്യൂ പി ഈക്വൽ ടു എന്തായിരിക്കും? സി പി ഡെൽറ്റ ടി. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതില് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ കൂടി ഇവിടെ ഒന്ന് 7ാമത്തെ ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ നോക്കിക്കോ. ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റൻ ഇതാണ്. ക്യൂ ഈക്വൽ ടു സി ഡെൽറ്റ ടി. ഹീറ്റ് കപ്പാസിറ്റി ബേസ് ആയിട്ട് വരുന്നതാണ് ക്യൂ പി ഈക്വൽ ടു. ഇത് രണ്ടും കൂടി നോക്കിയിട്ട് ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് പറ്റും? നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ക്യൂ വി ക്യൂ പി അല്ലെ. ക്യൂ വി ഉണ്ട്, ക്യൂ പി ഉണ്ട്. സി പി ഡെൽറ്റ ടി ആണ്. ഇവിടെ സി വി ഡെൽറ്റ ടി ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ എന്തുണ്ട്? ക്യൂ പി ക്യൂ വി ഉണ്ടോ? ഓക്കെ, ഉണ്ടോ? ഓർത്തോക്കെ. നമ്മൾ എഴുതിയ സമയത്ത് ശ്രദ്ധിച്ചറിയാം. ക്യൂ വി ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി? ഉണ്ടോ? ഡെൽറ്റ യു ഉണ്ടോ? ഇവിടെ ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എച്ച്. ശരിയാണോ? ഇനി ഈ ഡെൽറ്റ യു ഡെൽറ്റ എച്ച് ഈ ഇക്വേഷനിലേക്ക് ഞാൻ കൊടുക്കും. ഈ ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോ ഇതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് എന്തിനാ വരുന്നത്? ഗ്യാസിനാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് എന്തിനായിരുന്നു? ഗ്യാസ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഡെൽറ്റ എച്ചിന് പകരം ഏതാ കൊടുക്കാം? സി വി ഡെൽറ്റ ടി. ഡെൽറ്റ യുന് പകരം എന്ത് കൊടുക്കും? സി പി ഡെൽറ്റ ടി ആണോ? ഓർത്ത് നോക്കാം. പ്ലസ് ഡെൽറ്റ എന്നിന് പകരം എത്ര കൊടുക്കും? മാറിപ്പോയാ ഡെൽറ്റ എച്ച് മാറിപ്പോയി അല്ലെ. ഇവിടെ സി വി. ഇവിടെ എന്ത് വരും? ഈ n 1 മോൾ എടുക്കുക. എത്ര എടുക്കും? 1 മോൾ. ദെൻ ആർ ടി അല്ലെ. ഓർത്ത് നോക്കുക. ആർ ടി എന്ന് പറയുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുമ്പോൾ അത് 1 ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർ ടി തന്നെ എടുത്തേക്കാം. ഇനി എന്ത് ചെയ്യും? ഇത് ഇപ്പൊ തന്നെ കൊടുക്കും. സി പി മൈനസ് സി വി. കോമൺ ആയിട്ട് ഒരു ഡെൽറ്റ ടി കൊടുത്താൽ പോരെ? ശരിയല്ലേ? ഇത് പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് വരും? ആർ ടി. ടി ഡെൽറ്റ ടിയും സെയിം ആണ്. കാരണം എന്താ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് ആയിട്ട് എടുക്കുക. അപ്പൊ എല്ലാ ടിയും എന്ത് ചെയ്യും? അവർ കട്ട് ചെയ്ത് കളയും. അപ്പൊ എന്ത് വരും? സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യുന്ന ഫോം ആണ് ആക്ച്വലി. ഓർത്ത് നോക്കുക ഏതൊക്കെ ഇക്വേഷൻ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ ഡെറിവേഷൻ എഴുതുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. എന്താ?
ക്യു വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ യു. ഉണ്ടോ ഓർത്തോ? അതിന്റെ കണക്ഷൻ എന്തായിരുന്നു? എല്ലാ കണക്ഷനും എവിടെ നിന്നാ തന്നെ ഉണ്ടോ? ഈ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത്. ഈ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത്. മറന്നു പോരുത് കേട്ടോ. ഈ ഇക്വേഷനിൽ നിന്നാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. ക്ലിയർ ആയിട്ട് കിട്ടണം കേട്ടോ. ക്ലിയർ ആയിട്ട് കിട്ടണം. അപ്പൊ നിങ്ങളിപ്പോ ഒരു 7 ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. 7 ഇക്വേഷൻസ് കേട്ടോ. ഓർത്ത് നോക്കുക. 7 ഇക്വേഷൻസ് ക്ലിയർ ആയിട്ടൊന്ന് പഠിക്കാം. പിന്നെ ഇതിൽ തിയറി ചോദിച്ച സമയത്ത് കറക്റ്റ് ആയിട്ട് തിയറി ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് അതാണ്. അതും കൂടി ഒന്ന് പറയണം. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എന്തായിരുന്നു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ഡിപ്പെൻഡ് അപ്പോൺ എന്ത് വരും? ക്വാണ്ടിറ്റി ഓർ സൈസ് കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ദ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ക്വാണ്ടിറ്റി ഓർ സൈസ് ഈസ് നോൺ ആസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾസ് പഠിച്ചു നോക്കണം. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ മാസ്, വോളിയം, എൻതാൽപി, ഹീറ്റ് കപ്പാസിറ്റി. എന്ന് പറഞ്ഞേ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി മാസ്, വോളിയം, എൻതാൽപി, ഹീറ്റ് കപ്പാസിറ്റി. ഇതെല്ലാം എന്തായിരുന്നു? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. വാട്ട് യു മീൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ സൈസ് ഓർ ക്വാണ്ടിറ്റി കേട്ടോ. ഓർത്ത് നോക്കാം. പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ഓൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2 പ്രോപ്പർട്ടി മറക്കല്ലേ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം പഠിക്കാം, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചാൽ പോരെ. അതല്ല എളുപ്പം. പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ഓർ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ. മാസ്, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, പിന്നെന്തായിരുന്നു? എൻതാൽപി അല്ലെ. ഓർത്ത് വെക്കാം. ഈ 4എണ്ണമെങ്കിലും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ദെൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ പ്രോപ്പർട്ടി എന്താണ്? ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ അല്ലെ. വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ഓർ ക്വാണ്ടിറ്റി കേട്ടോ. സൈസ് ഓർ ക്വാണ്ടിറ്റി മറക്കരുത്. തിയറി ആയിട്ട് കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ഡെൻസിറ്റി അതിലുണ്ട്. ഡെൻസിറ്റി ഉണ്ട്. ഏതില്? ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഓർത്ത് അത് ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ എന്താണ്? ഡിറൈവ്ഡ് ആണ് ആക്ച്വലി കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം. ടെമ്പറേച്ചർ ഒക്കെ അതിൽ വരും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡെഫിനേഷനില്. കാരണം മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമല്ലേ തിങ്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഓർത്ത് നോക്കാം. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മറക്കരുത് കേട്ടോ. ഓക്കെ, ഡെൻസിറ്റി, പ്രഷർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഡെൻസിറ്റിയും പ്രഷറും. ഇന്റൻസീവ് പ്രോപ്പർട്ടി ഡെൻസിറ്റി, പ്രഷർ ഒക്കെയാണ് കേട്ടോ. ഇനി ഇക്വേഷൻസ്. ഈ 7 ഇക്വേഷൻ ഒന്ന് എഴുതണം കേട്ടോ. എല്ലാവരും 7 ഇക്വേഷൻസ് കാണാതെ എഴുതണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് പറയേണ്ടി വരും കേട്ടോ. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പഠിക്കുന്ന മോഡിൽ ഇരിക്കുക കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും എന്താണ് ഡയറക്റ്റ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം മിനിമം. എന്നാലേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ചാപ്റ്റർ ആകുമ്പോൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുന്ന മെത്തേഡാണ് ഇത് കേട്ടോ. പെട്ടെന്ന് ആ ചാപ്റ്ററിന്റെ കണ്ടന്റ് നോക്കി അതിന്റെ ഇക്വേഷൻസ് ചെയ്ത് റിപ്പീറ്റേഷൻ ആണിത് കേട്ടോ. ബേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ മുഴുവൻ കിട്ടണം. എങ്കിൽ മാത്രം പഠിച്ചതായിട്ട് കൂട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് അത് വെറുതെ ഇപ്പൊ നോക്കിയിട്ട് ഇപ്പൊ പറയാൻ പറഞ്ഞാൽ അങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഒരുമിച്ച് ഇത് കാണാതെ എഴുതാൻ പറ്റണം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യുക, അവർ കാണാതെ എഴുതി കാണിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, എഴുതി കേട്ടോ. നിങ്ങൾ പഠിച്ച ആൾക്കാരൊന്ന് കാണാതെ എഴുതി ഒന്ന് കാണിക്കുക. അപ്പൊ എനിക്ക് സമാധാനമായി. അത് കഴിഞ്ഞാൽ നേരെ ഇതിന്റെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ബുക്കിലെ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അതിലേക്കൊക്കെ ഒന്ന് വേഗം ഓടിച്ച് പോയി കഴിയുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് പഠിക്കണം. നിങ്ങൾ എഴുതുന്നൊന്നും എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരും എഴുതണം ഹോണസ്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക. ജസ്റ്റ് ഒന്ന് കാണാതെ ഒന്ന് എഴുതി നോക്കുക. എറേഴ്സ് ഒക്കെ വരും കേട്ടോ. ഓക്കെ, നിങ്ങൾ എഴുതി കഴിയുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് നിങ്ങൾ എഴുതി കഴിയുമ്പോ കേട്ടോ ഒരു മെസ്സേജ് അയച്ചിട്ടാ മതി കംപ്ലീറ്റഡ് ആയി എന്നുള്ള രീതിയിൽ. പഠിച്ച ആൾക്കാര് കേട്ടോ എഴുതി കേട്ടോ. എഴുതി കഴിഞ്ഞോ? കിട്ടുമല്ലോ. എല്ലാ ടേമും ഒക്കെ ഓർത്ത് നോക്കണം കേട്ടോ. ഡെൽറ്റ എസ് എന്താ? എൻട്രോപ്പി.
ആറെന്താ? in the gas constant. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കേട്ടോ. ഓക്കെ. ഡബ്ല്യു യു U, Hmm. യു യു internal. കേട്ടോ. ക്യൂ ഹീറ്റ് കണ്ട് കേട്ടോ. ഓക്കെ. കാണാതെ എഴുതിയാണോ? അല്ല, എഴുതിയാണോ? ഓക്കെ. ഏതായിരുന്നു? കിട്ടിയല്ലോ. ആ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ കേട്ടോ. ഡെൽറ്റ ജി ഈക്വൽ ടു എന്തായിരുന്നു? അത് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ അല്ലേ? എന്താ അല്ല എന്തായിരുന്നു? that is equal to delta U. ഡെൽറ്റ യു ആണോ? ഓക്കെ, ഗുഡ്. യു എന്താ? യു യു അല്ല, വർക്കുമല്ല. ഇന്റേണൽ എനർജി കേട്ടോ. യു എന്തായിരുന്നു? ഇന്റേണൽ എനർജി. ക്യൂ എന്തായിരുന്നു? ഹീറ്റ് കണ്ടന്റ്. എച്ച് എന്തായിരുന്നു? എന്താൽപ്പി. ദെൻ സി പി എന്താ? Specified in capacity of കോൺസ്റ്റന്റ് പ്രഷർ കിട്ടുന്നുണ്ട് കേട്ടോ. ഡെൽറ്റ എസ് എന്താ? Delta S, പറഞ്ഞ delta S, heat capacity. നമുക്ക് ഒരുമിച്ച് പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതുണ്ട് ഒരു കുഞ്ഞു ടേം ആണെങ്കിൽ അവിടെ സ്റ്റക്ക് ആവണ. അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചപ്പോൾ വരെ താൻ പറഞ്ഞാണ്, നന്നായിട്ട് പറഞ്ഞത്. അതാണ് പ്രശ്നം. ക്ലൂ തരാം. ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം ഇസ് എൻട്രോപ്പി കേട്ടോ. എഴുതിയോ? കാണാതെ എഴുതാൻ പോകണം അല്ലേ? ഒന്ന് കാണാതെ എഴുതി കേട്ടോ. എഴുതിയോ കാണാതെ? ആറെന്താ? ആണോ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എന്ത് പറയണം? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കേട്ടോ. ഓക്കെ. റെഡ്ബർഗ് കോൺസ്റ്റന്റ് എവിടെയായിരുന്നു പഠിച്ചത്? ആണോ? ഇക്വിലിബ്രിയത്തിലാണോ? തെർമോഡൈനാമിക്സ് ആണോ റെഡ്ബർഗ് കോൺസ്റ്റന്റ് പഠിച്ചത്? റെഡ്ബർഗ് കോൺസ്റ്റന്റ് എവിടെയാണ് പഠിച്ചത്? ഫസ്റ്റ് ചാപ്റ്ററിലല്ല. റെഡ്ബർഗ് കോൺസ്റ്റന്റ് എവിടെയാ പഠിച്ചേക്കുന്നത്? റെഡ്ബർഗ് കോൺസ്റ്റന്റ് എവിടെയാ പഠിച്ചേക്കുന്നത്? സെക്കൻഡ് ചാപ്റ്റർ. ആരാ പറഞ്ഞു? ഓക്കെ. സെക്കൻഡ് ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എവിടെയാണ് പഠിച്ചത്? അതുകൊണ്ട് പറ. രണ്ടെണ്ണം ഉണ്ട് റെഡ്ബർഗ് കോൺസ്റ്റന്റ്. കെമിസ്ട്രിയിൽ രണ്ടെണ്ണം ഉണ്ട് റെഡ്ബർഗ് കോൺസ്റ്റന്റ്. എവിടേക്കാണ് കേട്ടോ? ഓർത്ത് നോക്കാം. റെഡ്ബർഗ് കോൺസ്റ്റന്റ് രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ആറ് അറിയാതെ ആയാലും റെഡ്ബർഗ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് കയറി പിടിക്കാൻ കരുതി കേട്ടോ. റെഡ്ബർഗ് കോൺസ്റ്റന്റ് എവിടെയൊക്കെ പഠിച്ചേക്കുന്നത്? എനർജി ഓഫ് nth ഓർബിറ്റൽ En എന്തായിരുന്നു തുടങ്ങുന്നത്? -2.18 ഇൻറ്റു 10⁻⁻18. അത് എനർജിയാണ്. റെഡ്ബർഗ് കോൺസ്റ്റന്റ് എനർജിയുടെ ആണ്. അല്ലാതെ വേറെ ഇക്വേഷൻ ഏതായിരുന്നു? നമ്മൾ 109,677 എന്ന് പറഞ്ഞ വലിയൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു അല്ലേ? എന്താ? വേവ് ന്യൂ ബാറിന് എന്താ വിളിക്കുക? വേവ് നമ്പർ. ന്യൂ ബാർ ഈക്വൽ ടു റെഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു പറയ് 1/, കണ്ടോ പഠിക്കുന്നുണ്ട്, 1/n1² - 1/n2². തിരിച്ച് ഒക്കെ വരാം. അപ്പോ ക്ലിയർ ആയിട്ട് ഓർക്കണം കേട്ടോ. ഓക്കെ. എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്താ? വേറെ ഏതൊക്കെ ഇക്വേഷൻ പോയല്ലോ? പ്ലസ് ഡബ്ല്യു ക്യൂ എഴുതിയില്ല. ക്യൂ എഴുതിയില്ലല്ലോ. 1 2 3 4 5 6 7 ഉണ്ടായിരുന്നു. ക്യൂ ഈക്വൽ ടു ടി ഡെൽറ്റ സിയോ? തിരിച്ചു പറയാം. സി ഡെൽറ്റ ടി കേട്ടോ. സി ഡെൽറ്റ ടി. സി എന്തായിരുന്നു? ടി എന്തായിരുന്നു?
ടി വേണ്ട ടി ആ ചോദിക്കുന്ന രീതിയിൽ ശ്രദ്ധ ഉണ്ടോ ടി എന്താന്ന് അറിയില്ലെന്ന് ശരിയാക്കി കേട്ടോ പുറത്തെ കാര്യം പറയില്ല കേട്ടോ ഒന്ന് ആലോചിക്കും സമാധാനമായിട്ട് ആലോചിച്ചു അവിടെ ടി എന്തായിരുന്നു ഞാൻ പ്രഷറൈസ് ചെയ്ത് ചോദിച്ചപ്പോ ആ ഒരു സ്റ്റേറ്റ് പോകാൻ വേണ്ടിയില്ല ടി എന്തായിരുന്നു ഒന്ന് ആലോചിച്ചു ടി എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും നമുക്ക് അങ്ങനെ വരാം കേട്ടോ ഓർത്ത് നോക്കി തന്നെയാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കില്ല ഇപ്പോ എനിക്ക് വരുന്ന ഒരു കാര്യം പറയാം പ്രായതിന്റെ ആയിരിക്കും ചില ആൾക്കാരുടെ പേര് എനിക്ക് ബ്ലാങ്ക് ആയിട്ട് എനിക്ക് പേരൊക്കെ കിട്ടും ചിലപ്പോ ബ്ലാങ്ക് ആയിട്ടിരിക്കും വരൂല എന്ത് ചെയ്യാനാ ടി എന്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഒരു ടി ഞാൻ പറയാം ടൈം ടി ആണ് അല്ലാതെ എന്തായിരിക്കും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ടൈം ടി ആയിരിക്കും അല്ലെ അല്ലാതെ ടി വെച്ച് തുടങ്ങുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞേ സ്മോൾ ടി ടൈം ആണ് ടെമ്പറേച്ചർ ആണ് ഇല്ല നീ കേട്ടാ ആണോ അത് ഉറക്കനെ പറയണ്ടേ ആണ് ഞാൻ കേട്ടില്ല കേട്ടോ ഓർത്തോക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അന്ന് പിന്നെ ഉറക്കനെ പറഞ്ഞു പിന്നെ എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞാ ഞാൻ കേട്ടില്ല ആ ഓക്കെ അതുകൊണ്ടാണല്ലേ ഓക്കെ കുഴപ്പമില്ല കേട്ടോ അല്ല ഞാൻ ഇത്രേ ഉള്ളൂ ഡബ്ല്യു എന്തായിരിക്കും കേട്ടോ ഞാൻ എന്റെ കുഴപ്പം ഓക്കെ ഡബ്ല്യു എന്താ വർക്കാണ് അല്ലെ യു എന്തായിരിക്കും ശരിയാ ഇന്റേണൽ എനർജി ഉറപ്പിച്ചു പറ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെ പഠിക്കണ്ട കേട്ടോ തെറ്റിയാലും കുഴപ്പമില്ല ഉറക്കനങ്ങ് പറഞ്ഞേക്കണം കേട്ടോ ഓർത്ത് നോക്കാം ഡെൽറ്റ ജി എന്തായിരിക്കും ഗിബ്സൺ എനർജി കേട്ടോ ഗിബ്സൺ എനർജി കണ്ടീഷൻ എന്താ ഡെൽറ്റ ജി 0 ആയ എന്തായിരിക്കും പറയും കേട്ടോ ഓക്കെ അഞ്ചല്ലേ മോൻ എഴുതിയല്ലേ പി എന്താണ് പി പി ഉറപ്പിച്ചു പറഞ്ഞു ശരിയാണ് പ്രഷർ ഇതുപോലെ ഉറപ്പിച്ചു പറയണോ അല്ലെങ്കിൽ ഞാൻ കേൾപ്പില്ല കേട്ടോ ഓക്കെ ആ അവൻ എഴുതിയോ മോനെ സി പി മൈനസ് സി ബി അല്ലെ കുഴപ്പമില്ല ആറെന്തായിരുന്നു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഓക്കെ ഗുഡ് അപ്പോ സാറിന്റെ കണ്ടന്റ് ഒന്ന് ഓർഡറിലാക്കി ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒരു കാര്യം ചെയ്യാം ബാക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം കേട്ടോ നമ്മുടെ ബുക്ക് കൊണ്ടുവന്നോട്ടെ എത്ര പേര് ബുക്ക് കൊണ്ടുവന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ ബുക്ക് കൊണ്ടുവന്നേ കേട്ടോ ഹൈഡ്രോ കാർബൺ തുടങ്ങുകയും ചെയ്യാം ഇതിന്റെ ആ ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇക്വിലിബ്രിയം കൂടി അടുത്ത ക്ലാസ്സിൽ നോക്കാം നമുക്ക് ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് സിക്സ് 6.7 അതാണ് ആദ്യത്തെ ഒരു എന്താണ് ന്യൂമറിക്കൽ അല്ലാതെ വരുന്ന എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് എക്സസൈസിലെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റൻ 6.7 ആ ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഒന്ന് പറയണം കേട്ടോ ഓർത്ത് നോക്കുക നിങ്ങൾ വായിച്ചു നോക്കിയേ ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system and 394 joule of work is done by the system. What is the change in internal energy for the process? Repeat ചെയ്യാം കേട്ടോ ശ്രദ്ധിക്കുക ക്വസ്റ്റൻ കൂടി വായിക്കാം ഇൻ എ പ്രോസസ് 701 joule of heat is absorbed by a system 701 joule of heat absorbed by a system അതിൽ നിങ്ങൾ എന്തെഴുതും Q equal to ഉണ്ടോ ഓർത്ത് നോക്കാം ആ വേർഡ് ശ്രദ്ധിക്കട്ടോ ഹീറ്റ് ഈസ് അബ്സോർബ് ബൈ എ സിസ്റ്റം ആ ക്യൂ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എനിക്ക് അതാണ് വേണ്ടത് അബ്സോർബ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എടുക്കണം പോസിറ്റീവ് കേട്ടോ ഓർത്ത് നോക്കാം അബ്സോർബ് എന്ന് പറഞ്ഞാൽ എന്ത് എടുക്കണം പോസിറ്റീവ് ദെൻ അതിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നെഗറ്റീവ് കേട്ടോ ഓർത്ത് നോക്കാം അപ്പൊ എക്സോതെർമിക്ക് നെഗറ്റീവ് ആയിരിക്കും എൻഡോതെർമിക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും എൻഡോതെർമിക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ ഓർത്ത് നോക്കാം അപ്പൊ 701 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും പോസിറ്റീവ് അല്ലെ അപ്പൊ ക്യൂ പോസിറ്റീവ് ആണ് കിട്ടിയേക്കുന്നത് ദെൻ 701 ജൂൾ ഓഫ് ഹീറ്റ് ആണ് അടുത്ത് പറയുന്നത് 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്തായിരിക്കും
ഡബ്ല്യു എന്തായിരിക്കും മൈനസ്, ഡബ്ല്യു എന്തായിരിക്കും മൈനസ് കേട്ടോ. ഓർത്ത് നോക്കുക, രണ്ടെണ്ണം ഉണ്ട്. ബൈ ദ സിസ്റ്റം ഡബ്ല്യു എന്തായിരിക്കും നെഗറ്റീവ്. ഓൺ ദ സിസ്റ്റം എന്തായിരിക്കും പോസിറ്റീവ്. ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്. ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സിസ്റ്റം ഡബ്ല്യു പോസിറ്റീവ്, ബൈ ദ സിസ്റ്റം എന്തായിരിക്കും നെഗറ്റീവ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു ഉണ്ടോ, ക്യൂ മൈനസ് ഡബ്ല്യു കേട്ടോ. അതാണ് ആദ്യം ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷന്റെ ക്വസ്റ്റൻ ആണ്. ഇനി അവർ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? എന്താ വേണ്ടേ? ഫൈൻഡ് ദ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഉണ്ടോ, ഇന്റേണൽ എനർജി, അതാണ് ചോദ്യം. അപ്പോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂവിന്റെ വാല്യൂ എത്രയായിരുന്നു? 701 അല്ലെ. ഓർത്ത് നോക്കാം, മൈനസ് ഡബ്ല്യുവിന്റെ വാല്യൂ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. എത്ര? 394 അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോ ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, the reaction of a cyanamide NH2CN with dioxygen was carried out in a bomb calorimeter. കേട്ടോ, ഓർത്ത് വെക്കാം, NH2CN with dioxygen was carried in a bomb calorimeter and delta U was found to be minus 742.7 kilojoule. അതൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ യു മൈനസ് 742.7 കിലോ ജൂൾ പെർ മോൾ. ജൂൾ അല്ല, കിലോ ജൂളാ. 742 മൈനസ് 742.7 കിലോ ജൂൾ പെർ മോൾ, കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ ഡെൽറ്റ യു തന്നു. ഫുൾ സ്റ്റോപ്പ്. കാൽക്കുലേറ്റ് എൻതാൽപി ചേഞ്ച്, calculate enthalpy change, calculate enthalpy change for the reaction at 298 Kelvin. Calculate enthalpy change for the reaction at 298 Kelvin. And our equation തന്നിട്ടുണ്ട്, ഇക്വേഷൻ കൂടി ഒന്ന് എഴുതാം. നോക്കാം, അവർ ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ടല്ലോ അല്ലെ. എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അല്ലെ. ആദ്യം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം, എന്നിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നോക്കാം. എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസ് 6.8 കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയതുകൊണ്ട് 6.8 5.8 ആയിരിക്കും കേട്ടോ. 5.8 ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക്, അതുകൊണ്ടാണ്. സോളിഡ് ആണ് തന്നിട്ടുണ്ട്. 3/2 gives ഏത് ഇക്വേഷൻ ആയിരിക്കും? അതാണ് ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ആകെ തന്നേക്കുന്നത് എന്താണ്? ആകെ തന്നേക്കുന്നത് എന്തായിരുന്നു? ഡെൽറ്റ യു. എത്രയായിരുന്നു ഡെൽറ്റ യു തന്നേക്കുന്നത്? മൈനസ് എത്രയായിരുന്നു? 742.7 അല്ലെ, കിലോ ജൂൾ പെർ മോൾ. എന്താ കണ്ടെത്തേണ്ടത്? കണ്ടോ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, അത് തന്നിട്ടുണ്ട് അവര്. ഡെൽറ്റ എച്ച് ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്ത് ചെയ്യും? ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻസ് എന്തൊക്കെ അറിയാം? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? മറ്റേ ഇക്വേഷൻ കൂടി എഴുതേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം, എന്തായിരുന്നു? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഗ്യാസിനാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ നമ്മളത്. കണ്ടോ ഈ ഇക്വേഷൻ, ഇവിടെ നോക്കിയേ ഈ ഇക്വേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം, ഈ ഇക്വേഷൻ ആവശ്യമാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. എന്തുകൊണ്ട് ഇത് ഒന്ന് പറഞ്ഞേ.
പ്രഷറും തന്നിട്ടില്ല, വോളിയവും തന്നിട്ടില്ല അല്ലെ. അപ്പൊ പി ഡെൽറ്റ വി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എൻ ജി കിട്ടും. ആ ടി തന്നിട്ടുണ്ട്. ടി എത്രയായിരുന്നു? 298 കെൽവിൻ. ടി അവിടെ തന്നിട്ടുണ്ട്. അപ്പോ ആറ് ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സാമിന് നിങ്ങൾക്ക് തരും കേട്ടോ. എക്സാമിന് തരും 8.314. അപ്പോ ഈ ആറിന്റെ വാല്യൂ അവർ തരും. ഈ ഡെൽറ്റ എൻ ആണ് പിന്നെ ആകെ കണ്ടെത്തേണ്ട ഒരേ ഒരു പരിപാടി. ഡെൽറ്റ എൻ എങ്ങനെയായിരിക്കും കണ്ടെത്തുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ന് പറഞ്ഞേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് അല്ലെ. ഉണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻസ് കേട്ടോ. ഓക്കെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. അങ്ങനെയാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗേഷ്യസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതുക കേട്ടോ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു വേഗം എഴുതിയ എല്ലാവരും. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ച് ആണ് കണ്ടെത്തേണ്ടത്. ഡെൽറ്റ യു നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടി അറിയാം. ടി എത്രയാണ്? വേഗം എഴുതി വെക്ക്. ടി 298 കെൽവിൻ അല്ലെ. 298 കെൽവിൻ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അവർ തരും കേട്ടോ. 8.314 കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ അവര് 0. ഏതൊക്കെ വാല്യൂ ഉണ്ട് ആറിന്? 8.314. പിന്നെന്തൊക്കെയാ? 0.821 കേട്ടോ. ഓർത്ത് നോക്കാം. ആ വാല്യൂസ് ഉണ്ട്. അതിൽ ഏതാണ് വാല്യൂ നിങ്ങൾക്ക് തരും. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏത് വാല്യൂ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് യൂണിറ്റ് വെച്ച് കണ്ടെത്താനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് വേണ്ട, നിങ്ങൾക്ക് ഇപ്പൊ തരും എക്സാമിന്. അപ്പൊ അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഡെൽറ്റ എൻ ആണ് കണ്ടെത്തേണ്ടത്. ഡെൽറ്റ 8.314 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഈ 8.314 യൂണിറ്റ് അനുസരിച്ച് മാറുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ഓൾറെഡി ഇവൺ ആയിട്ട് അവർ തരും. ഓക്കെ. അപ്പോ ആറും ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. എന്തൊക്കെ തരുന്നുണ്ട്? അപ്പൊ ആറുണ്ട്, ടി ഉണ്ട്, പിന്നെ ആകെ കണ്ടെത്തുന്നത് എന്താ? ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എത്രയായിരിക്കും? ആകെ ഈ ക്വസ്റ്റനിൽ ചലഞ്ച് ഡെൽറ്റ എൻ കണ്ടെത്തുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സോളിഡ് വന്നാൽ എടുക്കരുത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് കണ്ടോ. ഇത് എന്ത് വരുമ്പോഴോ മാത്രമേ ഈ ക്വസ്റ്റൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ജി ഫോർ ഗ്യാസ് ഉണ്ടോ. ഇത് കണ്ടോ. ഡെൽറ്റ എൻ ജി ഉണ്ട്. ജി ഫോർ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്നാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും? ഇത് ഗ്യാസ് അല്ലേ, ഇതും ഗ്യാസ് അല്ലേ, ഇത് ലിക്വിഡ് ആണ്. അപ്പൊ എത്രയായിരിക്കും? 2 മൈനസ് അല്ലെ. ഇവിടെ ഇത് N2 എന്ന് പറഞ്ഞത് 1 ആണ് കണ്ടോ. ഇതും 1 ആണ്. അപ്പൊ 2 മൈനസ് എത്ര വരും? 3/2. 2 മൈനസ് 3/2 എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു. കിട്ടിയോ നിങ്ങൾക്ക്? 0.5. 1/2 അല്ലെ. 1/2 എന്ന് പറയുമ്പോൾ 0.5 എടുക്കാം. 0.5 or 1/2 കേട്ടോ. ഓക്കെ. 1/2. പിന്നെ ആ വാല്യൂ കൊടുത്തിട്ടാ മതി കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അടുത്താണ് 6.9. 6.9 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദിച്ചോ. ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. കിലോ ജൂൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോ ജൂൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. കേട്ടോ, അത് ശ്രദ്ധിക്കാം. കിലോ ജൂള് ജൂളിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തേക്കണം. കിലോ ജൂളിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ഡെൽറ്റ എച്ച് ഇതുപോലെ തന്നെ കിലോ ജൂൾ പെർ മോൾ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന്, ഈ കിലോ ജൂളിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ഡെൽറ്റ എച്ചിന്റെ എഴുതുമ്പോഴും എന്ത് എഴുതണം? ജൂൾ പെർ മോൾ എന്ന് എഴുതണം. ഇത് കാരണം ഇത് എനർജിയാണ് അല്ലെ. ഡെൽറ്റ യു എന്താണ്? എനർജിയാണ്. ഡെൽറ്റ എച്ച് എന്ത് തന്നെയാണ്? എനർജിയാണ്. അപ്പോ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾ കിലോ ജൂളിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈ ഡെൽറ്റ എച്ചിൽ ജൂൾ പെർ മോൾ എന്ന് എഴുതാം.
അല്ലെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് കിലോ ജൂൾ പെർ മോൾ എന്ന് എഴുതാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ രണ്ട് രീതിയിലും എഴുതാം, ഒരു കുഴപ്പമില്ല. കിട്ടിയല്ലേ വാല്യൂ? ഓക്കെ കേട്ടോ. മെത്തേഡ് ആദ്യം ഓർത്ത് നോക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ ഏരിയ എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്. നിങ്ങൾ തനിയെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇല്ലേ, അത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ നിങ്ങൾ ചെയ്ത് കണക്കെ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ല, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അല്ലെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്ത 6.9 ആണ് കേട്ടോ. 6.9 നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. 6.9 ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കിലോ ജൂൾ ഓഫ് ഹീറ്റ് നെസസറി ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 60 gram of aluminium from 35 degrees Celsius to 55 degrees Celsius. Full stop. Molar heat capacity of AL is 24 joule mole per Kelvin. Molar heat capacity of AL is 24 joule per mole Kelvin. ഏതായിരിക്കും ഇക്വേഷൻ? എന്താണ് യൂസ് ചെയ്യുക? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് kilojoule of heat necessary to rise the temperature of 60 gram aluminum from 35 degrees Celsius to 55 degrees Celsius. എന്നിട്ട് അവർ പറഞ്ഞേക്കുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് AL. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് AL ഈസ് 24 ജൂൾ മോൾ പെർ കെൽവിൻ. ഇതാണ് തന്നേക്കുന്നത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നേക്കുന്നത് 20. അപ്പൊ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സി ആണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി സി ആണ്. എന്തായിരിക്കും? Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. ചെയ്യേണ്ടത് എങ്ങനെയാ? Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. അവർക്ക് വേണ്ടത് 60 ഗ്രാമിന്റെ വേണ്ടേ. എന്താ വേണ്ടേ? 60 ഗ്രാം. 60 ഗ്രാമിന്റെ കിട്ടണ്ടേ. നിങ്ങൾക്ക് ആ Q എത്രയായിരിക്കും കിട്ടുന്നത്? മോൾ, 1 മോൾ അലൂമിനിയത്തിന്റെ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഏതാണോ അത് എന്താണ്? അലൂമിനിയം ആണ്. അലൂമിനിയത്തിന്റെ മോളാർ മാസ് എത്രയാ? അലൂമിനിയം മോളാർ മാസ് എത്രയാ? അലൂമിനിയം ആറ്റമിക് നമ്പർ എത്രയാ? അത് ക്ലോറിനാണ്. അലൂമിനിയം ആറ്റമിക് നമ്പർ 13, മാസ് നമ്പർ 27 കേട്ടോ. മാസ് നമ്പർ 27. 20 വരെ ഉള്ളത് പഠിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആവുള്ളൂ. 20 വരെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ 27 ഗ്രാമിന് ഉള്ളത് Q ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവർക്ക് വേണ്ടത് എത്രയാ? 60 ഗ്രാം. അപ്പൊ അതിലെങ്ങനെ കൺവേർട്ട് ചെയ്യും? 27 ഗ്രാം ഈക്വൽ ടു എക്സ് ആണെന്ന് കരുതാം. അല്ലെങ്കിൽ അല്ലെ 27 ഗ്രാം ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ 1 ഗ്രാം ഈക്വൽ ടു എക്സ് ബൈ 27. Therefore 60 ഗ്രാം ഈക്വൽ ടു എക്സ് ബൈ 27 ഇൻറ്റു 60. ഇതാണ് ഫോർമാറ്റ് കേട്ടോ. ഓർത്ത് നോക്കി, ഇതാണ് ഫോർമാറ്റ്. അപ്പൊ ഇവര് തന്നിരിക്കുന്ന മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ആയിരിക്കും? 1 മോൾ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 മോൾ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പൊ 9 ഒന്ന് ശ്രദ്ധിച്ചേ. സിയുടെ വാല്യൂ പറയാം കേട്ടോ. ഓർത്ത് നോക്കുക. സിയുടെ വാല്യൂ അവർ തന്നേക്കുന്നത് 24 ജൂൾ പെർ മോൾ കേട്ടോ. ഓർത്ത് നോക്കുക, 24 ആണ്. അപ്പൊ ഇക്വേഷൻ Q ഈക്വൽ ടു സി ഡെൽറ്റ ടി. സി എന്ന് പറഞ്ഞാൽ 1 മോളിന്റെ ആണ്. അത് 24 അവർ തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എത്രയായിരുന്നു? ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 35 to 55. 35 to 55 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20 കേട്ടോ. അത് മനസ്സിലായല്ലോ. മൈനസ് ചെയ്താൽ മതി. 55 മൈനസ് 35. അപ്പൊ അവർ തന്നിരിക്കുന്നത് ഡെൽറ്റ ടി കണ്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ. ഡെൽറ്റ ടി ഈക്വൽ ടു 55 മൈനസ് 35. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 20 കണ്ടോ. ഓർത്ത് നോക്കുക, ഡെൽറ്റ ടി കിട്ടി. അപ്പൊ ഈ Q അല്ലെ, ഈ Q എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ ആയിരിക്കും? 1 മോളിന്റെ ആയിരിക്കും അല്ലെ. 1 മോൾ അലൂമിനിയത്തിന് വരുന്ന ടെമ്പറേച്ചർ കിട്ടാം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 24 ഇൻറ്റു എത്ര കിട്ടി? അത്ര എഴുതി കിട്ടി അല്ലെ. ഈ കിട്ടിയേക്കുന്നത് എത്ര ഗ്രാമിനാ? എത്രയായിരിക്കും? 27 ഗ്രാം. 1 മോൾ ആണ് കേട്ടോ. 1 മോൾ. അപ്പൊ ശ്രദ്ധിക്കാം, നമുക്ക് കിട്ടുന്നത് 1 മോളിന്റെ ആണ്. ആ 24 into 20 എന്ന് പറയുമ്പോൾ 480 അല്ലേ കിട്ടുക അല്ലെ. അപ്പോ ഈ ക്യൂ എന്ന് പറയുമ്പോ നേരത്തെ എഴുതിയേക്കുന്ന അതുപോലെ തന്നെയാണ് ആക്ച്വലി
വരിക ജൂൾ പെർ മോൾ തന്നെയാണ് വരിക. ഇവിടെ കിട്ടുന്നത് ജൂൾ പെർ മോൾ ആണ് ആക്ച്വലി വരിക. ആ ജൂൾ പെർ മോളിനെ നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും 1 മോൾ അല്ലെ. 1 മോൾ അലൂമിനിയം ഈക്വൽ ടു എത്ര വരും? 24 into 2 എന്ന് പറയുമ്പോൾ 40 ഉണ്ടോ, 48 ആയി ഉണ്ടോ, ഓർത്ത് നോക്കുക. 1 മോൾ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 27 ഗ്രാം ഉണ്ടോ. 1 മോൾ എന്ന് പറഞ്ഞാൽ 27 ഗ്രാം അലൂമിനിയം എത്രയായിരിക്കും? 480. Therefore 1 gram equal to എത്ര വരും? 1 gram അലൂമിനിയം അല്ലെ ഈക്വൽ ടു 480 divided by 27 അല്ലെ 17.7 കിട്ടി അല്ലെ. വെരി ഗുഡ്. ഓക്കെ, ദെൻ ലാസ്റ്റത്തെ ആണ് നമുക്ക് വേണ്ടത് 60 ഗ്രാമിന്റെ ആണ്. 60 ഗ്രാം അലൂമിനിയം ഈക്വൽ ടു 480 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 60. ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. 1062 കേട്ടോ, ഓർത്ത് നോക്കാം. 1062 കേട്ടോ, 1062. ഓർത്ത് നോക്കാം. യൂണിറ്റ് എന്ത് തന്നെയാണ് ആക്ച്വലി അല്ലെ? എനർജി തന്നെയാണ് ആക്ച്വലി. അപ്പോ എന്താണ്? ജൂള് തന്നെ കൊടുക്കാം നമുക്ക് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതിൽ ആകെ കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, പല ഇക്വേഷൻസ് തന്നിട്ട് അവരെന്ത് ചോദിക്കും? ആ ഇക്വേഷൻസ് ക്യാൻസൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഈ ഡയറക്റ്റ് അല്ലാതെ ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ഡയറക്റ്റ് അല്ലാതെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ. അതിൽ 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ 2 ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മനസ്സിലായി? ആ രീതിയിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ നല്ലതാണ് ആക്ച്വലി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിലൊക്കെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വരും കണ്ടോ. നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം അല്ലെ. ആ കൺസെപ്റ്റ് ഓർത്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഡെഫിനിഷൻ പഠിപ്പിച്ച സമയത്ത് അല്ലെ, ആ ഡെഫിനിഷൻസുകളിലെല്ലാം തന്നെ ആ വേർഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യാണ്. നമ്മളിതൊരു അല്ലെ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിന്റെ റിവിഷൻ പോലെയാണ് എടുത്തത്. അതുകൊണ്ട് ആ ടേമുകൾ ഒന്നും കൂടി ഞാൻ ചോദിക്കാം കേട്ടോ, ഓർത്ത് നോക്കുക. ഹെസസ് ലോ എന്തായിരുന്നു? എല്ലാവരോടും ചോദിക്കോട്ടോ, എന്നിട്ട് വിടുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ. എൻതാൽപ്പി ഈസ് ദി എൻതാൽപ്പി ഓഫ് ഇന്റർമീഡിയറ്റ് കണ്ടോ, ഓർത്ത് നോക്കാം. ക്ലിയർ ആയിരിക്കണം കേട്ടോ. വേഗം പറഞ്ഞു. Standard reaction enthalpy is equal to the sum of standard reaction enthalpy of intermediate process. Standard reaction enthalpy is the sum of what standard enthalpy of intermediate reaction. അവിടെ പറഞ്ഞു. Standard reaction enthalpy is the sum of standard enthalpy of intermediate reactions. Standard enthalpy is the sum of intermediate standard enthalpy standard reaction. Standard enthalpy of reaction is equal to the sum standard enthalpies of intermediates. കേട്ടോ, ഓർത്ത് നോക്കാം. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ വരണം കേട്ടോ. ഫ്ലുവന്റ് ആയിട്ട് വരണം, ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരുന്നു വിവേക്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ. Properties quantities which do not depend upon ഡു നോട്ട് ആണോ ഡിപ്പെൻഡ് ആണോ? ഡിപ്പെൻഡ് ആണോ ഡു നോട്ട് ആണോ? എക്സ്റ്റൻസീവ് എന്തായിരിക്കും? ഡിപ്പെൻഡ് ആണ് കേട്ടോ. ഞാനത് മാത്രമേ പഠിച്ചുള്ളൂ, മറ്റേ ഓർക്കാൻ കൂടിയില്ല. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അതിന് മാത്രമാണോ? അതെന്താ? ഡിപ്പെൻഡ് അപ്പോൺ ക്വാണ്ടിറ്റി ഓർ സൈസ് കേട്ടോ. എളുപ്പമാണ്, പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാൻ ഇതുണ്ട്. എക്സാമ്പിൾ എന്തായിരുന്നു? എല്ലാം പറഞ്ഞു കേട്ടോ, ഓർത്ത് നോക്കാം. മാസ് വോളിയം 4 ടെക്സ്റ്റ് ബുക്കിൽ. ആ 4 പഠിച്ചു വെച്ചേക്കണം. അവര് തന്നിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. എളുപ്പമുള്ള കാര്യമാണ്, അത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ, ഓർത്ത് നോക്കാം. സബ്ലിമേഷൻ എന്താൽപ്പി? എന്താ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. തെറ്റിച്ചോളല്ലേ കൊച്ചിനെ? പറഞ്ഞു. സബ്ലിമേഷൻ എന്ന് പറഞ്ഞ ഗ്യാസ് ടു സോളിഡ് ആണ്, സോളിഡ് ടു ഗ്യാസ് ആണ്. അത് ഓക്കെ അല്ലേ? ഇനി ആ ഡെഫിനിഷൻ ആയിട്ട് പറ. എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ അല്ലേ? എൻതാൽപ്പി ഓഫ് എന്ത് ചോദിച്ചാലും എന്ത് 2 വേർഡ് പഠിക്കണം എന്ന് പറഞ്ഞു.
ആ amount of heat required to ആ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു change from ആ gas to ഇല്ല 1 മോൾ. രണ്ട് വേർഡ് ശ്രദ്ധിക്കാം. എൻതാൽപ്പി ഓഫ് എന്ത് ചോദിച്ചാലും എന്താ പറയണം? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ. എന്ത് ചോദിച്ചോട്ടെ, ആറ്റമൈസേഷൻ എന്താൽപ്പി കേട്ടോ. അടുത്ത ആൾ പറഞ്ഞു ആറ്റമൈസേഷൻ എന്താൽപ്പി. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു എന്താൽപ്പിയാണ്, അല്ലെങ്കിൽ ബോണ്ട് എന്താൽപ്പി. ബോണ്ട് എന്താൽപ്പിയോ വേറെ ചാപ്റ്ററിലാണ് കിടക്കുന്നത്, ഇവിടെയും ചോദിക്കും. ബോണ്ട് എന്താൽപ്പി എവിടെയാ കിടക്കണേ? ആദ്യമായിട്ട് പഠിച്ചത് ബോണ്ട് എന്താൽപ്പി ഇല്ല, 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. ആരോ പറഞ്ഞു അല്ലെ, പീരിയോഡിക് ടേബിൾ കിടപ്പുണ്ട് കേട്ടോ. ഓർത്തോക്കെ 2-3 ചാപ്റ്ററുകൾ കിടപ്പുണ്ടത്. ബോണ്ട് എന്താൽപ്പി എന്തായിരിക്കും? ഇതേ പാറ്റേണിൽ പറ. റിക്വയർഡ് ടു ബോണ്ട്, ഇത്രേ ഉള്ളൂ. 1 മോൾ ഓഫ് ബോണ്ട് അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്ത് വരും അല്ലെ? 1 മോൾ ഓഫ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് കിട്ടും കേട്ടോ. ഓർത്തോക്കാം, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾ പഠിക്കുക. അപ്പൊ റിയാക്ഷൻ എന്താൽപ്പി, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു 1 മോൾ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 1 മോൾ റിയാക്ടന്റ് കമ്പൈൻ ടു ഫോം എ പ്രോഡക്റ്റ്. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടാക്കുക. അപ്പൊ എളുപ്പമായിരിക്കും, മനസ്സിലായി? ഓർത്തോക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെല്ലാത്തിനും ചെറിയ വേരിയേഷൻസും ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കുക. അപ്പൊ അത് ഒരേ ഫ്രെയിമിൽ പഠിക്കുക, ഒരേ ഫ്രെയിമിൽ. അപ്പൊ എളുപ്പമാവും കേട്ടോ. ഓർത്തോക്ക, അപ്പൊ എളുപ്പമായിട്ട് വരും. ക്ലിയർ അല്ലേ? ഏകദേശം ഒരു ഓർമ്മയായ ചാപ്റ്റർ. വീട്ടിൽ പോയിട്ട് ഇനി എന്ത് ചെയ്യണം? സമയം കളയരുത്. നമ്മൾ തന്ന ബുക്കില്ലേ ആ ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം, ഇത് മാച്ച് ചെയ്യാം, വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓർത്തോ ക്വസ്റ്റ്യൻസ് തന്നെ വേണം. അപ്പൊ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതായിരിക്കണം, അതുപോലെ ആയിരിക്കണം പഠിക്കേണ്ടത്. കണ്ടമാനം ക്വസ്റ്റ്യൻസിന്റെ ഫ്രെയിം, അതാണ് നമുക്ക് മാർക്കാവുന്നത് കേട്ടോ. ഓക്കെ, അതിന്റെ പേര് കേട്ടോ.